ജനങ്ങളുടെ നായകരെന്ന് അവകാശപ്പെടുന്ന പലരും കാമാമിണ്ടാത്ത കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് എത്രയെത്ര അറബ് രാഷ്ട്രങ്ങൾ പലയാവർത്തി നമ്മൾ പറഞ്ഞ വിഷയമാണ്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു രാഷ്ട്രത്തിലേക്ക് ഇത്രമേൽ വലിയ ആക്രമണങ്ങൾ അകാരണമായി അഴിച്ചുവിടുമ്പോ 50-ൽ പരം അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്നിട്ട് തൊട്ടുപോകരുത് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ അവർക്ക്? ഫലസ്തീനിലേക്ക് ഞങ്ങൾ ഫുഡ് കൊടുത്തില്ല എന്നാണ്. ഫലസ്തീനികൾക്ക് വേണ്ടത് ഫുഡിനപ്പുറം സ്വാതന്ത്ര്യമല്ലേ? ആ സ്വാതന്ത്ര്യം അവർക്ക് നൽകണമെന്ന് ഈ അറബ് രാഷ്ട്രങ്ങൾ എഴുന്നേറ്റ് നിന്ന് നട്ടല് നിവർത്തിയിട്ട് അമേരിക്കയോട് ഇസ്രായേലിനോട് ഒരു വാക്ക് പറയാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ? വെറും അടിമകൾ, മുട്ടിലിഴയുന്ന അടിമകൾ അമേരിക്കൻ അടിമകളായി മാറിയില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റും. തെളിവുകളില്ലേ നമ്മുടെ മുമ്പിൽ? വെറും അമേരിക്കൻ അടിമകളാണ്, ഇസ്രായേലിയൻ അടിമകളാണ് ഇന്നത്തെ അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. ഇത് കുറ്റപ്പെടുത്തുകയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കോടിക്കണക്കിന് ഡോളറുകളുടെ സമ്മാനങ്ങൾ, വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അമേരിക്കൻ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഖത്തറടക്കമുള്ള അറബ് രാജ്യങ്ങൾ. പേടിയാണ്. എന്റെ പേടി? ഇറാൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാണ് ബാക്കിയുള്ളത്. ഇസ്രായേലിന്റെ മാപ്പ് വിശാലാണ്. ആ മാപ്പിൽ UAE ഉണ്ട്, ഖത്തറുണ്ട്, സൗദി അറേബ്യ ഉണ്ട്. ഞങ്ങളുടെ മേത്തോട്ട് ഇനി ഇസ്രായേൽ കയറാൻ വരിക. ആ ഇസ്രായേലിനെതിരിൽ ഞങ്ങളുടെ നാട്ടിലെ എയർ ബേസുകളിൽ നിന്ന്, അമേരിക്കൻ ബേസുകളിൽ നിന്ന് ഒരു യുദ്ധവിമാനം പോലും പൊങ്ങില്ല എന്ന ഉറച്ച ബോധ്യം അറബ് തമ്പുരാക്കന്മാർക്കുണ്ട്. പിന്നെ ഒരൊറ്റ വഴി എന്താ? ട്രംപിന്റെ കാൽക്കൽ പോയി കിടക്കുക, ട്രംപിന്റെ കാല് നക്കികളാകുക, അവിടെ സമ്മാനങ്ങൾ കൊടുത്ത് അമേരിക്കൻ ഏകാധിപതിയെ പ്രീതിപ്പെടുത്തുക. ആ പ്രീതിപ്പെടുത്തലിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങൾ. അറബ് തമ്പുരാക്കന്മാർ, ജനങ്ങളുടെ നായകരെന്ന് അവകാശപ്പെടുന്നവർ ഒരു വാക്ക് ഉമ്മത്തിന് വേണ്ടി മിണ്ടില്ല എന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുക. ഈ വിഷയം നമ്മളൊരു യാഥാർത്ഥ്യം പറഞ്ഞപ്പോ നിങ്ങൾ കണ്ടില്ല, എനിക്കെതിരെ വന്ന കമന്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? നീ ഇനി UAE വരൂലടാ, നീ കാലുകുത്തൂല. എനിക്കിപ്പോ UAE വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കണത്? ഒന്ന് ആലോചിക്ക്. പ്രവാസികളായ സഹോദരങ്ങൾ, പാവങ്ങൾ ഇത് അറിയാതെ പറയാൻ, നീ ഇനി UAE കാണൂലടാ. വല്ല ഹജറുൽ അസ്വദാറ്റാണോ കാണാനായിട്ട്? കാണണ്ട, കണ്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? പിന്നെ പറയുന്നു, നീയൊക്കെ പഠിച്ച സ്ഥാപനങ്ങളിലിരുന്ന് നക്കിയിട്ട് നീയൊക്കെ തലേക്കെട്ടും കെട്ടി നടക്കണത് UAE പൈസയാടാ, പ്രവാസികളുടെ. ഞാൻ പറഞ്ഞത് എന്താന്ന് ഈ സാധുക്കൾക്ക് മനസ്സിലായിട്ടില്ല. പ്രവാസികളെ കുറ്റം പറഞ്ഞതല്ല സഹോദരങ്ങളെ. നിങ്ങൾക്ക് UAE നിന്ന് വെറുതെ പൈസ കിട്ടുന്നുണ്ടോ? നിങ്ങൾ അധ്വാനിച്ചതിന്റെ ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾ കൊടുത്തത് അറബ് ഈ പറയുന്ന ഇസ്ലാമിക വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പടച്ചോന്റെ തൃപ്തി കിട്ടും. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ കൊടുത്തത് അറബ് തമ്പുരാക്കന്മാരെ സുഖിപ്പിക്കാനാണോ? അവരുടെ തോന്നിവാസങ്ങൾക്ക് റാൻമൂളാനാണെങ്കിൽ ദീൻ പഠിച്ചൊരു വിദ്യാർത്ഥി എന്ന നിലക്ക് അതിന് കഴിയില്ല, പറ്റില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാന്റെ ദീൻ തുറന്നു പറയണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമേൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു. പിന്നെയും പറയാം, അന്നം തരുന്നവരെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നം തരുന്നവൻ അള്ളാഹുവാണ്. ഇന്നുവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഷ്ടപ്പെട്ട് അവിടുന്ന് ശമ്പളം വാങ്ങുന്നു. അവിടുന്ന് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് കൊണ്ട് അവിടെ കാണുന്ന തെറ്റുകളെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? അന്നം തരുന്നവൻ അള്ളാഹുവാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മുസ്ലിം ഉമ്മത്തെ നിങ്ങളല്ലേ പറയണത്? അന്നം തരുന്നവൻ അള്ളാഹുവാണ്. ആ ബോധ്യത്തിലേക്ക് നമ്മൾ എന്നാ കടന്നു വരുന്നത്? നിങ്ങൾ അധ്വാനിക്കുന്നത് കൊണ്ടല്ല നിങ്ങൾക്ക് അന്നം കിട്ടുന്നത്. നിങ്ങൾ പണിയെടുക്കുന്നത് കൊണ്ടല്ല നിങ്ങൾക്ക് അന്നം കിട്ടുന്നത്. അധ്വാനവും പണിയെടുക്കലും ഒരു കാരണം മാത്രമാണ്. പണിയെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് അധ്വാനം കിട്ടില്ല. കൊറോണ കാലത്ത് ഒരു പണിക്കും പോകാതെ വീട്ടിലിരുന്നിട്ട് സുഭിക്ഷമായി ഭക്ഷിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ് ഭക്ഷണം തരുന്നവൻ. ആ ബോധ്യം പ്രവാസികളാകട്ടെ നാട്ടുകാരാകട്ടെ എല്ലാവർക്കും ഉണ്ടാകണം. പല പ്രവാസി സഹോദരങ്ങളും ഈ യുദ്ധ സാഹചര്യത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. ഇതൊക്കെ ഖിയാമത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറെ സംഗതികളൊക്കെ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്.